നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ചിലർ വലിയ കഷ്ടപ്പാടുകളൊന്നുമില്ലാതെ തന്നെ എല്ലാം നേടുന്നത്, എന്നാൽ മറ്റു ചിലർ ജീവൻ കൊടുത്ത് പരിശ്രമിച്ചിട്ടും വെറുങ്കൈയോടെ നിൽക്കുന്നത് എന്ന്? ഇതെല്ലാം രാത്രിയിലെ ഏതെങ്കിലുമൊരു രഹസ്യവുമായി ബന്ധപ്പെട്ടതാണെങ്കിലോ? അതെ, ഞാൻ പറയാൻ പോകുന്ന ഈ കാര്യം കേട്ടുകഴിഞ്ഞാൽ മുമ്പ് ഉറങ്ങിയിരുന്നതുപോലെ നിങ്ങൾ ഇനി ഒരിക്കലും ഉറങ്ങില്ല. കാരണം ഇന്ന് രാത്രി നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കിയാൽ നാളെ രാവിലെ നിങ്ങളുടെ ജീവിതം തന്നെ മാറിയേക്കാം. അതിനാൽ ഈ വീഡിയോ അവസാനം വരെ തീർച്ചയായും കാണുക. കാരണം അവസാനം ഞാനൊരു അഫർമേഷൻസ് ടെക്നിക് പറഞ്ഞുതരും. അത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാൻ പ്രപഞ്ചത്തെ നിർബന്ധിതമാക്കും. നമുക്ക് തുടങ്ങാം. നോക്കൂ, ആദ്യം തന്നെ ഈ കാര്യം മനസ്സിലാക്കുക. പ്രപഞ്ചം ഒരു മാന്ത്രിക വിളക്കിലെ ഭൂതമൊന്നുമല്ല. അതായത് എന്നെ ഒരു കോടീശ്വരനാക്കൂ എന്ന് നിങ്ങൾ പറഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ നിങ്ങളുടെ കിടക്കയിൽ നോട്ടുകെട്ടുകൾ വീണുകിടക്കില്ല. ഇല്ല, പ്രപഞ്ചം ഒരു ഭൃത്യനെപ്പോലെ ശരി മുതലാളി എന്ന് പറഞ്ഞല്ല പ്രവർത്തിക്കുന്നത്. ഇതൊരു ജീവനുള്ള സെൻസിറ്റീവായ വളരെ ബുദ്ധിമാനായ ഒരു ചൈതന്യമാണ്. ഏറ്റവും വലിയ സവിശേഷത ഇത് ഓരോ നിമിഷവും നിങ്ങളുടെ ഉള്ളിലും പുറത്തും നിലനിൽക്കുന്നു എന്നതാണ്. ഇനി വളരെ ആഴത്തിലുള്ള ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ വികാരത്തോടെ ആഗ്രഹിക്കുമ്പോൾ ആ ആഗ്രഹത്തിൽ നിന്ന് ഒരു ഊർജം പുറത്തുവരുന്നു. അത് അദൃശ്യമാണ്, എന്നാൽ വളരെ ശക്തവുമാണ്. നിങ്ങളുടെ തലച്ചോറിലെ തരംഗങ്ങൾ, ബ്രെയിൻ വേവ്സ്, നിങ്ങളുടെ വികാരങ്ങൾ, നിങ്ങളുടെ ഉദ്ദേശം എന്നിവയെല്ലാം ചേർന്ന് ഒരു ഫ്രീക്വൻസി ഉണ്ടാക്കുന്നു. പ്രപഞ്ചം ആ ഫ്രീക്വൻസിയാണ് പിടിച്ചെടുക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ മനസ്സ് എപ്പോഴും ഭയവും സംശയവും ഇല്ലായ്മയും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ പ്രപഞ്ചം എന്താണ് കേൾക്കുക? ഭയം, സംശയമില്ലായ്മ. എന്നിട്ട് ആളുകൾ പറയും, ഞാൻ പരിശ്രമിക്കുന്നുണ്ടല്ലോ, എന്നിട്ടും എന്തുകൊണ്ടാണ് നടക്കാത്തത് എന്ന്. കാരണം നിങ്ങൾ പരിശ്രമിക്കുകയല്ല, പരാജയപ്പെടുമോ എന്ന് ഭയപ്പെടുകയാണ്. ആ ഭയം തന്നെയാണ് നിങ്ങളുടെ ഫ്രീക്വൻസിയായി മാറുന്നത്. പ്രപഞ്ചം വളരെ സിമ്പിളാണ്. നിങ്ങൾ എന്താണോ അനുഭവിക്കുന്നത് അത് തന്നെയാണ് പ്രപഞ്ചം തിരികെ നൽകുന്നത്. അതായത് പകൽ മുഴുവൻ എനിക്ക് പണം വേണം എന്ന് നിങ്ങൾ പറയുകയും എന്നാൽ രാത്രിയിൽ ഇനി കിട്ടിയില്ലെങ്കിലോ എന്ന് ചിന്തിക്കുകയും ചെയ്താൽ ആ കിട്ടിയില്ലെങ്കിലോ എന്ന ചിന്തയാണ് പ്രപഞ്ചം പിടിച്ചെടുക്കുന്നത്. കുറച്ച് വിചിത്രമായി തോന്നുന്നുണ്ടല്ലേ? എന്നാൽ ഇതാണ് വൈബ്രേഷന്റെ സയൻസ്. ഇവിടെ ഒരു ചോദ്യം ഉയരുന്നു: പ്രപഞ്ചം എപ്പോഴാണ് ഇതെല്ലാം കേൾക്കുന്നത്? നമ്മൾ എപ്പോഴും ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എപ്പോഴാണ് കേൾക്കുന്നത്? ഇതിനുള്ള ഉത്തരം രാത്രിയിലാണ് എന്നാണ്. രാത്രി സമയം ഏറ്റവും പവിത്രമായ സമയമാണ്. പകൽ മുഴുവൻ നമ്മുടെ മനസ്സ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ജോലി, സോഷ്യൽ മീഡിയ, മൊബൈൽ, ആളുകളുടെ സംസാരങ്ങൾ, നമ്മുടെ മനസ്സ് ചിതറിക്കിടക്കുകയാണ്. എന്നാൽ രാത്രിയാകുമ്പോൾ ശരീരം ക്ഷീണിക്കുകയും മനസ്സ് ശാന്തമാകാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇനി ശ്രദ്ധിച്ചു കേൾക്കുക. ഈ നിമിഷത്തിലാണ് നിങ്ങളുടെ അവബോധ മനസ്സ്, സബ്കോൺഷ്യസ് മൈൻഡ് തുറക്കാൻ തുടങ്ങുന്നത്. നിങ്ങളുടെ വിശ്വാസങ്ങളും ഭയങ്ങളും ആഗ്രഹങ്ങളുമെല്ലാം സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് ഈ മനസ്സിലാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണോ വിശ്വസിക്കുന്നത് അതാണ് ഈ മനസ്സ് പ്രപഞ്ചത്തിലേക്ക് അയക്കുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. പകൽ മുഴുവൻ എനിക്ക് പുതിയൊരു ജോലി വേണമെന്ന് നിങ്ങൾ ചിന്തിച്ചു എന്നിരിക്കട്ടെ. എന്നാൽ രാത്രിയിൽ തലയിണയിൽ തലവെച്ചപ്പോൾ ഉള്ളിൽ നിന്നൊരു ശബ്ദം വന്നു: ഒരുപക്ഷെ ഞാൻ ഇതിന് യോഗ്യനായിരിക്കില്ല. ഇനി പറയൂ, ഏത് കാര്യമാണ് സത്യമായത്? നിങ്ങൾ പറഞ്ഞതോ അതോ നിങ്ങൾക്ക് അനുഭവപ്പെട്ടതോ? ഓർക്കുക, പ്രപഞ്ചം വാക്കുകൾ കേൾക്കുന്നില്ല, അത് നിങ്ങളുടെ വികാരങ്ങളാണ് കേൾക്കുന്നത്. നിങ്ങളുടെ വികാരങ്ങൾ ഏറ്റവും ആഴത്തിലെത്തുന്ന സമയമാണ് രാത്രി. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം, പിന്നെ പകൽ ചിന്തിക്കുന്നതിൽ എന്താണ് കാര്യമെന്ന്. തീർച്ചയായും കാര്യമുണ്ട്. പകൽ നടക്കുന്നത് പരിശീലനമാണ്, എന്നാൽ രാത്രിയിലാണ് പരീക്ഷ. രാത്രിയിൽ നിങ്ങളുടെ സബ്കോൺഷ്യസ് വാതിൽ തുറക്കുന്നു. ആ വാതിൽ പ്രപഞ്ചത്തിന്റെ കമ്മ്യൂണിക്കേഷൻ ചാനലിലേക്കാണ് പോകുന്നത്. ഇനി കുറച്ച് സയൻസ് കൂടി മനസ്സിലാക്കാം. നമ്മൾ ഉറക്കത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ വേവ്സ് ബീറ്റയിൽ നിന്ന് ആൽഫയിലേക്കും പിന്നീട് തീറ്റ ലെവലിലേക്കും മാറുന്നു. ധ്യാനം, മെഡിറ്റേഷൻ നടക്കുന്ന അതേ അവസ്ഥയാണ് തീറ്റ ലെവൽ. ഇതിലാണ് കുട്ടികൾ ഏറ്റവും വേഗത്തിൽ പഠിക്കുന്നത്. കൂടാതെ മാനിഫെസ്റ്റേഷൻ ഏറ്റവും ആഴത്തിൽ പ്രവർത്തിക്കുന്നതും ഈ അവസ്ഥയിലാണ്. ഈ അവസ്ഥയിൽ നിങ്ങൾ ലോജിക്കലായി ചിന്തിക്കില്ല, നിങ്ങൾ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ എന്താണോ അനുഭവിക്കുന്നത് അതാണ് പ്രപഞ്ചത്തിന്റെ ഭാഷ. ഇനി നിങ്ങളോട് തന്നെ ചോദിക്കുക, രാത്രിയിൽ നിങ്ങൾ എന്താണ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്? ഭയം, ഉത്കണ്ഠ, അതോ നന്ദിയോ? കാരണം ഈ ബ്രോഡ്കാസ്റ്റ് തന്നെയാണ് നാളെ രാവിലെ നിങ്ങളുടെ റിയാലിറ്റിയായി തിരിച്ചു വരുന്നത്. ഇതുകൊണ്ടാണ് ആത്മീയ ഗുരുക്കന്മാർ എപ്പോഴും പറയുന്നത്, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ചിന്തകളെ ശുദ്ധീകരിക്കുക എന്ന്. കാരണം ആ ചിന്തകളാണ് നാളത്തെ പ്രപഞ്ചം തീരുമാനിക്കുന്നത്. നിങ്ങളുടെ മനസ്സ് എല്ലാ രാത്രിയിലും ഇല്ലായ്മകളെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ പ്രപഞ്ചത്തിന് എങ്ങനെ നിങ്ങൾക്ക് സമൃദ്ധി നൽകാൻ കഴിയും? പ്രപഞ്ചം നിങ്ങളുടെ ശത്രുവല്ല, അതൊരു കണ്ണാടിയാണ്, മിററാണ്. നിങ്ങൾ എന്തയക്കുന്നുവോ അത് തന്നെ കാണിച്ചു തരുന്നു. കുറച്ച് സത്യമാണ്, കുറച്ച് ക്രൂരമായി തോന്നാമെങ്കിലും ഇത് തികച്ചും നീതിപൂർവമാണ്. ഒരു കാലത്ത് ഒരു സന്യാസി ഉണ്ടായിരുന്നു. അദ്ദേഹം
എല്ലാ രാത്രിയിലും ഉറങ്ങുന്നതിനു മുമ്പ് ഒരേയൊരു കാര്യം മാത്രം പറഞ്ഞിരുന്നു: നന്ദി പ്രഭു, ഇന്നത്തെ ദിവസം ഗംഭീരമായിരുന്നു. ആ ദിവസം എത്ര മോശമായിരുന്നാലും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആരെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും, അദ്ദേഹം എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡോടെയാണ് ഉറങ്ങിയിരുന്നത്. കുറച്ചു മാസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന്റെ ജീവിതം മാറിമറിഞ്ഞു എന്ന് പറയപ്പെടുന്നു. എന്തുകൊണ്ട്? കാരണം ഗ്രാറ്റിറ്റ്യൂഡ് എന്നത് അബൻഡൻസിന്റെ ഫ്രീക്വൻസിയാണ്. നിങ്ങൾ നന്ദി പറയുമ്പോൾ നിങ്ങൾ ഇല്ലായ്മയല്ല, മറിച്ച് പൂർണ്ണതയാണ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്. പ്രപഞ്ചം അത് തന്നെ തിരികെ നൽകുന്നു. ഒന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ. രാത്രി കിടക്കയിൽ കിടക്കുമ്പോൾ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? നാളത്തെ ബിൽ എങ്ങനെ അടയ്ക്കും? എന്തുകൊണ്ടാണ് എല്ലാവരും എനിക്ക് എതിരായി നിൽക്കുന്നത്? അതോ ഞാൻ അർഹിക്കുന്നതെല്ലാം എനിക്ക് ലഭിക്കുന്നുണ്ട് എന്നാണോ? ഏത് ചിന്തയാണ് നിങ്ങൾ ദിവസവും ആവർത്തിക്കുന്നത്? കാരണം അതാണ് നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ ഡിസൈൻ ചെയ്യുന്നത്. അല്പം ഭയമുണ്ടാക്കിക്കൊണ്ട് പറയട്ടെ, നിങ്ങൾ ഈ കാര്യം അവഗണിച്ചാലും പ്രപഞ്ചം കേട്ടുകൊണ്ടിരിക്കും. എന്നാൽ നിങ്ങൾ അറിയാതെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അത് നിങ്ങൾക്ക് തിരികെ അയച്ചു തരും. അതായത് നിങ്ങൾ ഭയമാണ് അയക്കുന്നതെങ്കിൽ ഭയത്തിന്റെ അനുഭവം വർദ്ധിപ്പിക്കും. നിങ്ങൾ കുറവുകളെക്കുറിച്ച് ചിന്തിച്ചാൽ കൂടുതൽ കുറവുകൾ നൽകും. പ്രപഞ്ചം ന്യൂട്രലാണ്, അതിന് നല്ലതും ചീത്തയും അറിയില്ല. അത് വെറും എനർജി മാത്രമാണ് തിരിച്ചറിയുന്നത്. അതിനാൽ ചോദ്യം പ്രപഞ്ചം കേൾക്കുന്നുണ്ടോ എന്നതല്ല, ചോദ്യം നിങ്ങൾ അതിനെ എന്താണ് കേൾപ്പിക്കുന്നത് എന്നാണ്. ഇനി മറ്റൊരു ചെറിയ പാറ്റേൺ ഇൻട്രപ്റ്റ്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഞാൻ രാത്രിയിൽ അഫർമേഷൻസ് പറയാറുണ്ട്, എന്നിട്ടും എനിക്ക് പ്രൊമോഷൻ കിട്ടിയില്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ ചോദിക്കും, എത്ര തവണ പറഞ്ഞു എന്ന്. അവർ പറയും 3 ദിവസമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, 3 ദിവസം കൊണ്ട് പ്രപഞ്ചം നിങ്ങളെ വെരിഫൈ ചെയ്യാൻ തുടങ്ങുകയുള്ളൂ, അപ്രൂവ് ചെയ്തിട്ടില്ല. ഇത് ആമസോൺ അല്ല, നാളെ രാവിലെ ഡെലിവറി ലഭിക്കാൻ. ഇത് പ്രപഞ്ചമാണ്. ഇവിടെ ആദ്യം വൈബ്രേഷൻ സിങ്ക് ആവണം, അതിനുശേഷമേ യാഥാർത്ഥ്യം വരൂ. അപ്പോൾ മനസ്സിലാക്കുക, രാത്രിയിലെ നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കുന്ന ആ കുറച്ച് മിനിറ്റുകൾ നിങ്ങളുടെ വരും മാസങ്ങളുടെ ബ്ലൂപ്രിന്റായി മാറുന്നു. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ രാത്രിയിൽ കിടക്കുമ്പോൾ ഇതൊന്ന് ഓർക്കുക: നിങ്ങളുടെ മനസ്സ് ഒരു ട്രാൻസ്മിറ്ററാണ്, പ്രപഞ്ചം ഒരു റിസീവറും. നിങ്ങൾ ഏത് ഇമോഷനാണോ അയക്കുന്നത്, അതേ ഫ്രീക്വൻസിയിൽ അത് മറുപടി നൽകും. നിങ്ങളിപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് അയച്ചാൽ നാളെ അബൻഡൻസ് മടങ്ങിവരും. നിങ്ങൾ ഇന്ന് ഭയം അയച്ചാൽ നാളെ തടസ്സങ്ങൾ മടങ്ങിവരും. അതിനാൽ ഇനി അടുത്ത തവണ തലയിണയിൽ തലവെക്കുമ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, ഇന്ന് ഞാൻ പ്രപഞ്ചത്തെ എന്താണ് കേൾപ്പിച്ചത്? കാരണം ആ നിമിഷം നിങ്ങളുടെ മനസ്സിൽ വരുന്ന മറുപടി നിങ്ങളുടെ നാളത്തെ സത്യമായി മാറും. അതിനാൽ ഓർക്കുക, പ്രപഞ്ചം എപ്പോഴും കേൾക്കുന്നുണ്ട്. എന്നാൽ അത് വാക്കുകളല്ല, നിങ്ങളുടെ തരംഗങ്ങൾ, വൈബ്രേഷൻസ് ആണ് കേൾക്കുന്നത്. നിങ്ങൾ രാത്രിയിൽ അയക്കുന്ന ആ തരംഗങ്ങളാണ് രാവിലെ നിങ്ങളുടെ യാഥാർത്ഥ്യമായി മാറുന്നത്. ഇനിയൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തിന് ശരിയായ സന്ദേശം അയച്ചോ? രാത്രി എന്നത് കേൾക്കുമ്പോൾ വളരെ സാധാരണമായി തോന്നാം, അല്ലേ? ആളുകൾ പറയും, രാത്രി വെറുമൊരു ഉറക്കത്തിനുള്ള സമയമാണെന്ന്. എന്നാൽ സത്യം ചോദിച്ചാൽ നിങ്ങൾക്കു വേണ്ടി പ്രപഞ്ചം മുഴുവൻ ഉണർന്നിരിക്കുന്ന സമയമാണ് രാത്രി. കാരണം രാത്രി അന്ധകാരത്തിന്റെ സമയമല്ല, മറിച്ച് ശാന്തതയുടെ സമയമാണ്. പുറത്തെ ബഹളങ്ങൾ അവസാനിക്കുമ്പോഴാണ് ഉള്ളിലെ ശബ്ദം കേട്ടുതുടങ്ങുന്നത്. ആ ശബ്ദമാണ് നേരെ പ്രപഞ്ചത്തിലേക്ക് പോകുന്നത്. പകൽ സമയത്ത് നമ്മുടെ തലച്ചോറ് ഒരു മാർക്കറ്റ് പോലെയാണ്. ഓരോ നിമിഷവും ഏതെങ്കിലും ശബ്ദങ്ങൾ മുഴങ്ങിക്കൊണ്ടിരിക്കും. ജോലിയുടെ ഉത്കണ്ഠ, ബോസിന്റെ വഴക്ക്, ഫോണിന്റെ റിംഗ് ടോൺ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ നോട്ടിഫിക്കേഷൻ. അതായത് 1 മിനിറ്റ് നേരത്തെ നിശബ്ദത പോലും ലക്ഷറിയായി മാറിയിരിക്കുന്നു. നമ്മുടെ തലച്ചോറ് 24 മണിക്കൂറും ഓവർലോഡഡ് ആണ്. തലച്ചോറ് ശബ്ദങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ പ്രപഞ്ചത്തിന്റെ സബ്റ്റിൽ ഫ്രീക്വൻസികളിൽ എത്തുക എന്നത് ഏതാണ്ട് അസാധ്യമാണ്. എന്നാൽ രാത്രിയാകുമ്പോൾ ശബ്ദങ്ങളെല്ലാം മാഞ്ഞുപോകുന്നു. എല്ലാ പാളികളും അഴിഞ്ഞു വീഴുന്നു. പിന്നീട് നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ ഞാൻ എന്നതിനൊപ്പം മാത്രമാകുന്നു. രാത്രിയിൽ ഇരുട്ടുണ്ടാകുമ്പോൾ അത് ഭയപ്പെടുത്തുന്നതല്ല, അത് നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കാനുള്ള ഒരു അവസരമാണ് നൽകുന്നത്. എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? രാത്രി ചിന്തിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ സത്യമാണെന്ന് തോന്നും. കാരണം ആ സമയത്ത് നിങ്ങൾ ഒരു മുഖംമൂടിയിലുമായിരിക്കില്ല. പകൽ നമ്മളെല്ലാവരും വ്യാജമായ പുഞ്ചിരികൾ അണിയുന്നു. ഞാൻ ഓക്കെയാണ്, എല്ലാം അടിപൊളിയാണ്. എന്നാൽ രാത്രിയിൽ ആ നുണകളൊന്നും നിലനിൽക്കില്ല. രാത്രിയിൽ നിങ്ങൾ ചിന്തിക്കുന്നതെന്തും നിങ്ങളുടെ യഥാർത്ഥ വൈബ്രേഷനാണ്. പ്രപഞ്ചം ആ വൈബ്രേഷനാണ് പിടിച്ചെടുക്കുന്നത്. ഇനി ഇവിടെ രസകരമായ ഒരു കാര്യം മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് രാത്രിയിൽ തന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും ശക്തമാകുന്നത് എന്ന് നോക്കൂ. നമ്മൾ ഉറക്കത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ തലച്ചോറ് തീറ്റ വേവ്സ് ഉൽപ്പാദിപ്പിക്കുന്നുവെന്ന് ശാസ്ത്രം പോലും അംഗീകരിക്കുന്നു. സബ്കോൺഷ്യസ് മൈൻഡ് ഏറ്റവും കൂടുതൽ സജീവമാകുന്ന അവസ്ഥയാണ് തീറ്റ വേവ്സ്. കുട്ടികൾ പഠിക്കുന്നതും ധ്യാനം, മെഡിറ്റേഷൻ നടക്കുന്നതും സ്വപ്നങ്ങളിലൂടെ പ്രപഞ്ചത്തിൽ നിന്ന് സൂചനകൾ ലഭിക്കുന്നതും ഇതേ അവസ്ഥയിലാണ്. ഇനി ചിന്തിക്കൂ, ആ അവസ്ഥയിൽ നിങ്ങൾ ഭയവും ഉത്കണ്ഠയും നെഗറ്റീവ് ചിന്തകളുമാണ് അയക്കുന്നതെങ്കിൽ സബ്കോൺഷ്യസ് എന്താണ് പഠിക്കുക? അതേ ഭയവും അതേ ഉത്കണ്ഠയും. എന്നാൽ അതേസമയം നിങ്ങൾ ശാന്തനായി ഗ്രാറ്റിറ്റ്യൂഡിന്റെയും വിശ്വാസത്തിന്റെയും വൈബ്രേഷൻ അയച്ചാൽ അതിനനുസരിച്ച് പ്രപഞ്ചം മറുപടി നൽകും.
രാത്രിയിൽ നിങ്ങൾ തീവ്രമായി എന്തെങ്കിലും ആഗ്രഹിക്കുകയും രാവിലെ അതുപോലെയുള്ള എന്തെങ്കിലും സംഭവം നടക്കുകയും ചെയ്ത അനുഭവം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പെട്ടെന്ന് ഒരു സുഹൃത്തിന്റെ ഫോൺ കോൾ വരുന്നതുപോലെയോ അല്ലെങ്കിൽ പുതിയൊരു അവസരം ലഭിക്കുന്നതുപോലെയോ നിങ്ങൾ ചിന്തിക്കും, ഇത് യാദൃശ്ചികതയാണെന്ന്, കോയിൻസിഡൻസ് ആണെന്ന്. എന്നാൽ അല്ല, അത് കോയിൻസിഡൻസ് ആയിരുന്നില്ല, അത് നിങ്ങളുടെ ഫ്രീക്വൻസിക്കുള്ള മറുപടിയായിരുന്നു. കാരണം രാത്രിയിൽ ബാക്കി ലോകം മുഴുവൻ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സ് നേരെ പ്രപഞ്ചത്തിന്റെ വാതിൽക്കലെത്തുന്നു. പകൽ ആ വാതിൽ തിരക്ക് നിറഞ്ഞതാണ്, രാത്രി അത് തുറന്നിരിക്കുന്നു ശാന്തമായി. പക്ഷെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? പ്രപഞ്ചത്തിന്റെ ആ എയർ ടൈം നമ്മൾ അടച്ചുകളയുകയും അത് നെറ്റ്ഫ്ലിക്സിനും റീൽസിനും വാട്സാപ്പിനും നൽകുകയും ചെയ്യുന്നു. അതായത് ചിന്തിക്കൂ, രാത്രിയിലെ ആ വിലപ്പെട്ട രഹസ്യ സമയം നമ്മൾ വെറുതെ ഏതെങ്കിലും റാൻഡം വീഡിയോകൾ കണ്ട് ചിരിച്ചുകൊണ്ട് പാഴാക്കുന്നു. എന്നിട്ട് പറയുന്നു, എന്റെ ജീവിതം എന്തുകൊണ്ട് മാറുന്നില്ല എന്ന്. ഹേയ് സഹോദര, നിങ്ങളുടെ മനസ്സ് ഏറ്റവും പവർഫുൾ ആകുന്ന സമയത്ത് നിങ്ങൾ അതിൽ മീമുകൾ നിറച്ചാൽ പ്രപഞ്ചം പിന്നെ എന്താണ് മാനിഫെസ്റ്റ് ചെയ്യുക? മീമുകൾ തന്നെ അയക്കും. ഇനി ചിന്തിക്കൂ, ഉറങ്ങുന്നതിന് മുമ്പുള്ള നിങ്ങളുടെ അവസാനത്തെ ചിന്ത എന്താണ്? നാളെ ഓഫീസിൽ പോണം, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ കൂടുതൽ പണം ഉണ്ടായിരുന്നെങ്കിൽ, അതുമല്ലെങ്കിൽ എനിക്ക് ഭയം തോന്നുന്നു. ആ അവസാനത്തെ ചിന്ത നിങ്ങളുടെ ആദ്യത്തെ സബ് കോൺഷ്യസ് സിഗ്നലായി മാറുന്നു. സബ് കോൺഷ്യസ് ആ സിഗ്നൽ രാത്രി മുഴുവൻ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതായത് നിങ്ങൾ ഭയത്തോടെയാണ് ഉറങ്ങിയതെങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് രാത്രി മുഴുവൻ ഭയം വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. രാവിലെ ആ ഭയം തന്നെ നിങ്ങളുടെ യാഥാർത്ഥ്യമായി തിരികെ എത്തും. എന്നാൽ നിങ്ങൾ വിശ്വാസത്തോടെയും ഗ്രാറ്റിറ്റ്യൂഡോടെയുമാണ് ഉറങ്ങിയതെങ്കിൽ ആ വിശ്വാസവും ശാന്തതയും പ്രപഞ്ചത്തിനുള്ളിൽ ഒരു എനർജറ്റിക് ചെയിൻ റിയാക്ഷൻ തുടങ്ങിവെക്കും. രാത്രി എന്നത് ഒരു മാനിഫെസ്റ്റേഷൻ വിൻഡോയാണ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ പുറത്തേക്ക് അയക്കാനുള്ള ഒരു കിളിവാതിൽ. അവിടെ കോസ്മിക് എനർജി അതിനെ പിടിച്ചെടുക്കുന്നു. നിങ്ങൾ ഹൃദയപൂർവ്വം ഒരു കാര്യത്തിന് നന്ദിയുള്ളവരാകുമ്പോൾ അതുപോലുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഉദാഹരണത്തിന്, വഊഹ്ലിഫക്കി ഫറതുക സുഹാൻതിഹു ഫകിഹാറു അഫക്കിഹ ഖാതുൽ ഉലൈഹുഫക്കി അഫിയറളിഹുഹ അറതും അഫികൗഹിൽ അത്തിഹയും അഫി ഉറു. ഇന്നത്തെ ദിവസം നല്ലതായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നാളത്തെ ദിവസം അതിലും മനോഹരമായി മാറും. എന്തുകൊണ്ട്? കാരണം ഗ്രാറ്റിറ്റ്യൂഡ് എന്നത് ഒരു ഹൈ ഫ്രീക്വൻസി ഇമോഷനാണ്. രാത്രി ഗ്രാറ്റിറ്റ്യൂഡിനെ ആംപ്ലിഫൈ ചെയ്യുന്നു. പല പുരാതന നാഗരികതകളിലും രാത്രിയെ പ്രാർത്ഥനയ്ക്കുള്ള സമയമായാണ് കണക്കാക്കിയിരുന്നത്. കാരണം രാത്രിയിലാണ് ആത്മാവ്, സോൾ ഏറ്റവും കൂടുതൽ റിസപ്റ്റീവ് ആകുന്നത്. യോഗികളും സന്യാസിമാരും എല്ലാം രാത്രിയിലാണ് സാധന ചെയ്തിരുന്നത്. കാരണം അപ്പോഴാണ് എനർജി ഫീൽഡ് ഏറ്റവും ശാന്തമായിരിക്കുന്നത്. ഒരു റെസിസ്റ്റൻസും ഉണ്ടാകില്ല. പകൽ നിങ്ങൾ ചിന്തിക്കുമ്പോൾ ബുദ്ധി ഇന്റർഫിയർ ചെയ്യും. ഇതെങ്ങനെ നടക്കും? ഇതൊക്കെ പോസിബിൾ ആണോ? എന്നാൽ രാത്രിയിൽ ആ ശബ്ദം പതിയെ മാഞ്ഞുപോകുന്നു. അപ്പോഴാണ് നിങ്ങളുടെ അവബോധം നേരെ പ്രപഞ്ചവുമായി ബന്ധിക്കപ്പെടുന്നത്. രാത്രിയിൽ മെഡിറ്റേഷൻ ചെയ്യുന്നു, അഫർമേഷൻസ് പറയുന്നു, അല്ലെങ്കിൽ വെറുതെ കുറച്ച് മിനിറ്റ് നിശബ്ദമായിരുന്ന് ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുന്നു. കാരണം അവർക്കറിയാം, രാത്രിയിൽ പറയുന്ന വാക്കുകൾ പകൽ പറയുന്ന 1000 വാക്കുകളേക്കാൾ ഫലപ്രദമാണെന്ന്. എപ്പോഴെങ്കിലും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ. ഉറങ്ങുന്നതിന് മുമ്പ് വെറും 5 മിനിറ്റ് മൊബൈൽ ഓഫ് മാറ്റിവെച്ചിട്ട് ഇരിക്കുക. കണ്ണുകൾ അടച്ച് ചിന്തിക്കുക, ഇന്ന് ഞാൻ ശാന്തനാണ്, ഞാൻ നന്ദിയുള്ളവനാണ്, ഞാൻ സുരക്ഷിതനാണ്. അടുത്ത ദിവസം നിങ്ങൾക്ക് എന്ത് തോന്നുന്നുവെന്ന് നോക്കുക. കാരണം ഈ സിമ്പിൾ എക്സസൈസ് നിങ്ങളുടെ ഫ്രീക്വൻസിയെ മാറ്റിക്കളയുന്നു. എന്നാൽ നിങ്ങൾ ഇത് ചെയ്തില്ലെങ്കിൽ ആ സ്ഥലം മറ്റൊരു എനർജി വന്ന് നിറയ്ക്കും. ഇല്ലായ്മ, ഭയം, സംശയം, അരക്ഷിതാവസ്ഥ, അതുതന്നെയാകും നിങ്ങളുടെ റിയാലിറ്റി. രാത്രി ഒരിക്കലും ശൂന്യമായിരിക്കില്ല. ഒന്നുകിൽ നിങ്ങൾ അതിനെ വിശ്വാസം കൊണ്ട് നിറയ്ക്കും, അല്ലെങ്കിൽ അത് നിങ്ങളുടെ ഭയം കൊണ്ട് തനിയെ നിറയും. ചിന്തിച്ചു നോക്കൂ, ഇന്ന് രാത്രി നിങ്ങൾ ആരെയാണ് അയക്കാൻ പോകുന്നത്? വിശ്വാസമോ അതോ ഭയമോ? രാത്രി വെറും ഉറങ്ങാനുള്ള സമയമല്ല, ഉണരാനുള്ള സമയമാണ്, ഉള്ളിൽ നിന്നുള്ള ചൈതന്യത്തോടെ. കാരണം പകൽ നിങ്ങൾ ലോകത്തോട് സംസാരിക്കുമ്പോൾ രാത്രി പ്രപഞ്ചം നിങ്ങളോട് സംസാരിക്കുന്നു. എന്നാൽ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഒരുപക്ഷെ ഇല്ലായിരിക്കാം. കാരണം നമ്മുടെ സ്വന്തം ഭയത്തിന്റെ ശബ്ദത്തിൽ പ്രപഞ്ചത്തിന്റെ ആ മന്ത്രിക്കലുകൾ നമുക്ക് കേൾക്കാനാകുന്നില്ല. അതിനാൽ ഇനി മുതൽ രാത്രി വരുമ്പോൾ അതിനെ വെറുമൊരു സ്ലീപ്പ് മോഡായി മാത്രം കാണരുത്. അത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ മോഡാണ്. നിങ്ങളുടെ ഉള്ളിലെ ലോകത്തെ റീസെറ്റ് ചെയ്യാനുള്ള സമയമാണത്. നെറ്റ്ഫ്ലിക്സ് പിന്നീട് കാണാം. 2 മിനിറ്റ് നേരത്തേക്ക് ആ മൊബൈൽ ഫോൺ ഒന്ന് ദൂരെ വെക്കുക. കാരണം നിങ്ങളോട് തന്നെ സംസാരിക്കാതെ ഉറങ്ങാൻ പോകുന്ന ഓരോ രാത്രിയും നിങ്ങളെ തന്നെ മറന്ന് ജീവിക്കുന്ന ദിവസങ്ങളായിരിക്കും. അതുകൊണ്ട് സഹോദര, പ്രപഞ്ചത്തിന് കുറച്ച് സമയം കൊടുക്കുക. കാരണം നിങ്ങൾ പ്രപഞ്ചത്തെ കേൾക്കുമ്പോൾ അത് നിങ്ങളെ കേൾക്കും. എന്നിട്ട് അടുത്ത ദിവസം രാവിലെ നല്ലതെന്തെങ്കിലും സംഭവിക്കുമ്പോൾ അതിനെ കോയിൻസിഡൻസ് എന്ന് വിളിക്കരുത്. പറയുക, ഇത് ഞാൻ ഇന്നലെ രാത്രി ആവശ്യപ്പെട്ടതാണ് എന്ന്. ഇനി വരുന്നത് യഥാർത്ഥ ഭാഗമാണ്. ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ കാത്തിരുന്ന ആ നിമിഷം. നൈറ്റ് മാനിഫെസ്റ്റേഷൻ എങ്ങനെ ചെയ്യാം? അതായത് പ്രപഞ്ചം യഥാർത്ഥത്തിൽ നമ്മുടെ വാക്ക് കേൾക്കാനും നമ്മൾ ആഗ്രഹിക്കുന്നത് കൃത്യമായി മറുപടിയായി നൽകാനും എന്താണ് ചെയ്യേണ്ടത്? നോക്കൂ, ഇതൊരു റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. എന്നാൽ വെറുതെ ചോദിച്ചാൽ ഉടനെ കിട്ടുന്ന അത്ര ലളിതവുമല്ല.
ഇതൊരു കലയാണ്. നിങ്ങളുടെ മനസ്സ്, ഫീലിംഗ്സ്, വിശ്വാസം എന്നിവ ഒരേ താളത്തിൽ വരേണ്ട ഒരു സെൻസിറ്റീവായ അഭ്യാസം. ഇത് വളരെ ലളിതമായ വാക്കുകളിൽ ഞാൻ വിശദീകരിക്കാം. 3 ഘട്ടങ്ങളാണുള്ളത്. എന്നാൽ ഓരോ ഘട്ടവും വളരെ ആഴത്തിൽ ചെയ്യണം, അല്ലെങ്കിൽ പ്രപഞ്ചം കൺഫ്യൂഷനിലാകും. പിന്നെ നിങ്ങളുടെ ആഗ്രഹം ലോഡിങ്ങിൽ കുടുങ്ങിപ്പോകും. രാത്രി ഉറങ്ങുന്നതിന് വെറും 5 മിനിറ്റ് മുമ്പ് മൊബൈൽ ഫോൺ ദൂരെ വയ്ക്കുക. അതെ, എനിക്കറിയാം ഇത് ബുദ്ധിമുട്ടാണെന്ന്. കാരണം വാട്സാപ്പിലെ ലാസ്റ്റ് സീനിൽ നിന്നാണ് പലരുടെയും ബന്ധങ്ങൾ തന്നെ മുന്നോട്ടു പോകുന്നത്. എന്നാൽ സത്യത്തിൽ നിങ്ങളുടെ സബ്കോൺഷ്യസുമായി ബന്ധപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം അതിന്റെ സിഗ്നൽ ക്ലിയർ ചെയ്യുക. ഫോൺ സ്ക്രീൻ, ബ്രൈറ്റ്നസ്, ഇതെല്ലാം നിങ്ങളുടെ ബ്രെയിനിനെ ആക്റ്റീവ് മോഡിൽ നിർത്തുന്നു. എന്നാൽ നിങ്ങൾക്ക് വേണ്ടത് റിസപ്റ്റീവ് മോഡാണ്. കാരണം ബഹളങ്ങൾ അവസാനിക്കുകയും നിശബ്ദത സംസാരിച്ചു തുടങ്ങുകയും ചെയ്യുമ്പോഴാണ് മാനിഫെസ്റ്റേഷൻ സംഭവിക്കുന്നത്. അതിനാൽ ആദ്യം ലൈറ്റ് ഓഫ് ആക്കുക, മൊബൈൽ സൈലന്റിലിടുക, നിങ്ങളുടെ ശരീരം അയച്ചിടുക. കുറച്ച് ദീർഘനിശ്വാസങ്ങൾ എടുക്കുക. നിങ്ങളുടെ മനസ്സ് ശാന്തമാകുന്നത് ഫീൽ ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ അവബോധ മനസ്സിനെ കാണാൻ നിങ്ങൾ തയ്യാറാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം വരുന്നു. ആളുകൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു തെറ്റ് ഒരേ സമയം 10 കാര്യങ്ങൾ ചോദിക്കും എന്നതാണ്. എനിക്ക് പണം വേണം, വണ്ടി വേണം, പ്രണയം വേണം, ആരോഗ്യം വേണം. പാവം പ്രപഞ്ചം കൺഫ്യൂഷനിലാകും. സഹോദരാ, നിനക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത്? മാനിഫെസ്റ്റേഷൻ എപ്പോഴും ക്ലാരിറ്റി ആവശ്യപ്പെടുന്നു. ഒരു സമയം, ഒരു ആഗ്രഹം മാത്രം. ഈ നിമിഷം നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാണെന്ന് ചിന്തിക്കുക. പ്രൊമോഷൻ, റിലേഷൻഷിപ്പ്, പീസ് ഓഫ് മൈൻഡ്. ഒരെണ്ണം മാത്രം തിരഞ്ഞെടുത്ത് അത് നിങ്ങളുടെ മനസ്സിൽ വളരെ ക്രിസ്റ്റൽ ക്ലിയറായി കാണുക. ഇനി ഇവിടെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. വേണം എന്ന് പറയരുത്. കാരണം വേണം എന്നതിന്റെ വൈബ്രേഷൻ കുറവിൻ്റേതാണ്. പ്രപഞ്ചം എപ്പോഴും നിങ്ങൾ എന്താണോ വൈബ്രേറ്റ് ചെയ്യുന്നത് അതുമാത്രമേ നൽകൂ. നിങ്ങൾ വേണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ അതില്ല എന്നാണ് പ്രപഞ്ചം മനസ്സിലാക്കുക. അത് ആ യാഥാർത്ഥ്യത്തെ നിലനിർത്തുകയും ചെയ്യും. അതിനാൽ വാചകം മാറ്റുക. എനിക്ക് പണം വേണം എന്നല്ല, ഞാൻ സമൃദ്ധനാണ്. എനിക്ക് സ്നേഹം വേണം എന്നല്ല, ഞാൻ സ്നേഹത്തിലാണ്. എനിക്ക് സമാധാനം വേണം എന്നല്ല, ഞാൻ ശാന്തനാണ്. കണ്ടോ, ഒരു വാക്കിന്റെ വ്യത്യാസം മാത്രം. എന്നാൽ ഫ്രീക്വൻസി മുഴുവനായും മാറുന്നു. പ്രപഞ്ചം ഗ്രാമറിനേക്കാൾ കൂടുതൽ വൈബ്രേഷനാണ് മനസ്സിലാക്കുന്നത്. അതിനാൽ ഫീലിംഗ്സ് ശരിയായി വയ്ക്കുക. ഇനി ഏറ്റവും മനോഹരമായ ഭാഗം, വിഷ്വലൈസേഷൻ വരുന്നു. കണ്ണുകളടച്ച് ആ കാര്യം ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെന്ന് മനസ്സിൽ ചിത്രീകരിക്കുക. നിങ്ങളുടെ ആഗ്രഹം പ്രൊമോഷനാണെങ്കിൽ ആ പുതിയ പൊസിഷനിൽ നിങ്ങളെ തന്നെ ഇമാജിൻ ചെയ്യുക. നിങ്ങൾ ആ കസേരയിൽ ഇരിക്കുന്നത് ഫീൽ ചെയ്യുക. ആളുകൾ നിങ്ങൾക്ക് റെസ്പെക്റ്റ് നൽകുന്നു. നിങ്ങൾ കോൺഫിഡൻ്റായി തീരുമാനങ്ങൾ എടുക്കുന്നു. നിങ്ങളുടെ ആഗ്രഹം പുതിയ കാറാണെങ്കിൽ നിങ്ങൾ സ്റ്റിയറിംഗ് പിടിച്ച് ഡ്രൈവ് ചെയ്യുന്നത് വിഷ്വലൈസ് ചെയ്യുക. ആ ലെതർ സീറ്റിന്റെ മണം, ആ കാറ്റ്, ആ റോഡിലൂടെയുള്ള സ്മൂത്ത്നെസ്, ഇതെല്ലാം ഫീൽ ചെയ്യുക. വിഷ്വലൈസേഷൻ എന്നത് വെറുതെ കാണാനുള്ള കളിയല്ല, ഫീൽ ചെയ്യാനുള്ളതാണ്. കാരണം പ്രപഞ്ചം നിങ്ങളുടെ ചിത്രങ്ങളല്ല കേൾക്കുന്നത്, അത് നിങ്ങളുടെ ഇമോഷനാണ് കേൾക്കുന്നത്. അപ്പോൾ എത്രത്തോളം ആഴത്തിൽ നിങ്ങൾ ഫീൽ ചെയ്യുന്നുവോ അത്രയും വേഗത്തിൽ റിയാലിറ്റി നിങ്ങളിലേക്ക് അടുക്കും. അതെ, ഇമാജിനേഷൻ വളരെ പവർഫുള്ളാണ്. നിങ്ങൾ സ്വപ്നം കാണുകയാണോ അതോ യാഥാർത്ഥ്യത്തിലാണോ എന്ന് നിങ്ങളുടെ സബ്കോൺഷ്യസിന് തിരിച്ചറിയാൻ കഴിയില്ല. അതാണിതിലെ ട്രിക്ക്. ഇനി നിങ്ങളുടെ വിഷ്വലൈസേഷൻ പൂർത്തിയായാൽ വെറും അവസാനത്തെ ഒരു കാര്യം കൂടി ചെയ്യുക. പതിയെ അഫർമേഷൻസ് പറയുക. നിങ്ങൾക്കിങ്ങനെ പറയാം: പ്രപഞ്ചമേ, ഞാൻ തയ്യാറാണ്, എനിക്കുള്ളത് എന്നിലേക്ക് വരാൻ അനുവദിക്കൂ. അല്ലെങ്കിൽ ഞാൻ പ്രപഞ്ചത്തിന്റെ ഒഴുക്കിനൊപ്പമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ തന്നെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് വിട്ടേക്കുക. എപ്പോൾ നടക്കും, എങ്ങനെ നടക്കും എന്ന് ഓർത്ത് ഓവർ തിങ്കിങ് ചെയ്യരുത്. കാരണം എങ്ങനെയെന്ന് ചിന്തിക്കാൻ തുടങ്ങുമ്പോഴേക്കും നിങ്ങൾ ഡൗട്ടിന്റെ ഫ്രീക്വൻസിയിലേക്ക് പോകും. സംശയമാണ് മാനിഫെസ്റ്റേഷന്റെ ഏറ്റവും വലിയ ശത്രു. നിങ്ങളുടെ ജോലി വിഷ്വലൈസ് ചെയ്യുക, വിശ്വസിക്കുക, വിട്ടേക്കുക. ബാക്കി കാര്യങ്ങൾ പ്രപഞ്ചത്തിൻ്റേതാണ്. ഇനി കേൾക്കൂ, ഇതൊരു മാജിക് ഫോർമുലയല്ല. ഇന്ന് ചെയ്താൽ നാളെ റിസൾട്ട് കിട്ടാൻ. പ്രപഞ്ചം ടെസ്റ്റിംഗ് നടത്തും. നിങ്ങൾ ശരിക്കും തയ്യാറാണോ? നിങ്ങൾക്ക് ശരിക്കും വിശ്വാസമുണ്ടോ? അതുകൊണ്ട് കൺസിസ്റ്റൻസി വളരെ പ്രധാനമാണ്. എല്ലാ രാത്രിയിലും കുറച്ച് മിനിറ്റ് ഈ റുട്ടീൻ ചെയ്യുക. പ്രപഞ്ചത്തെ നിങ്ങളുടെ ഫ്രീക്വൻസി തിരിച്ചറിയാൻ അനുവദിക്കുക. അതെ, ഒറ്റ രാത്രി കൊണ്ട് ലംബോർഗിനി പ്രതീക്ഷിക്കരുത്. പ്രപഞ്ചം തീർച്ചയായും ഡെലിവറി ചെയ്യും, പക്ഷേ ഇത് ആമസോൺ പ്രൈം അല്ല. ഇത് എക്സ്പ്രസ് ഷിപ്പിംഗ് അല്ല, എനർജറ്റിക് ഷിപ്പിംഗ് ആണ്. എന്നാൽ അലൈൻമെന്റ് ശരിയായി കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഡോമിനോ ഇഫക്റ്റ് പോലെ സംഭവിക്കാൻ തുടങ്ങും. ചെറിയ ചെറിയ സൂചനകൾ ലഭിക്കാൻ തുടങ്ങും. റാൻഡം കോയിൻസിഡൻസുകൾ, പെട്ടെന്നുള്ള അവസരങ്ങൾ, അല്ലെങ്കിൽ പെട്ടെന്ന് സഹായിക്കാൻ വരുന്നൊരു വ്യക്തി. ഇതൊക്കെ പ്രപഞ്ചത്തിന്റെ സൂചനകളാണ്. നിങ്ങൾ ഇതെല്ലാം നോട്ടീസ് ചെയ്യുകയും വിശ്വസിക്കുകയും മാത്രം ചെയ്താൽ മതി. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ സീക്രട്ട് പറഞ്ഞുതരാം. യഥാർത്ഥത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നവർ രാത്രിയിൽ ഒരു എക്സ്ട്രാ കാര്യം കൂടി ചെയ്യാറുണ്ട്. ഉറങ്ങുന്നതിന് മുമ്പ് 10 സെക്കൻഡ് നെഞ്ചിൽ കൈവച്ച് പതുക്കെ പറയും:
പൂർത്തിയായ ആ ആഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു. ഈ വാക്കുകൾ വെറും വാക്കുകളല്ല, ഇത് പ്രപഞ്ചത്തിനുള്ള ഒരു സിഗ്നലാണ്. മിഷൻ അക്കംപ്ലിഷ്ഡ്. ആ വൈബ്രേഷനിൽ നിങ്ങളുടെ സബ്കോൺഷ്യസ് നിങ്ങളെ ഓൾറെഡി സക്സസ്ഫുൾ ആയി അംഗീകരിക്കുന്നു. ഈ വിശ്വാസമാണ് റിയാലിറ്റിയായി മാറുന്നത്. നോക്കൂ, മാനിഫെസ്റ്റേഷൻ എന്നാൽ മാജിക് അല്ല, അത് കൺട്രോൾ അല്ല, സറണ്ടറാണ്. അതായത് നിങ്ങളുടെ ആഗ്രഹത്തെ എത്രത്തോളം ശുദ്ധമായ ഫീലിംഗോടെ അയക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ഈഗോ അതിൽ ഇടപെടില്ല. രാത്രിയിലെ ഈ അഭ്യാസം നിങ്ങളെ 2 കാര്യങ്ങൾ പഠിപ്പിക്കും: വിശ്വസിക്കാനും വിട്ടുകൊടുക്കാനും. പ്രപഞ്ചം കേൾക്കുന്നുണ്ടെന്ന വിശ്വാസവും അത് എങ്ങനെ സംഭവിക്കും എന്ന ചിന്ത വിട്ടുകളയലും. കാരണം എങ്ങനെയെന്നത് പ്രപഞ്ചത്തിന്റെ ജോലിയാണ്, എന്ത് എന്ന് തീരുമാനിക്കുക മാത്രമാണ് നിങ്ങളുടെ ജോലി. അതിനാൽ ഇന്ന് രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ, നിങ്ങളും നിങ്ങളുടെ മനസ്സും മാത്രം ബാക്കിയാകുമ്പോൾ, ഈ 3 സിമ്പിൾ സ്റ്റെപ്പുകൾ തുടങ്ങുക. മൊബൈൽ ദൂരെ വയ്ക്കുക, ഒരാഗ്രഹം തിരഞ്ഞെടുക്കുക, അത് ഫീൽ ചെയ്യുക, അഫർമേഷൻസ് പറയുക, ഉറങ്ങുക. പിന്നെ കാണാം. ചിലപ്പോൾ രാവിലെ ഒരു ഫോൺ കോൾ, ചിലപ്പോൾ ഒരു കോയിൻസിഡൻസ്, ചിലപ്പോൾ ഒരു പുതിയ വഴി. പ്രപഞ്ചം മറുപടി നൽകാൻ തുടങ്ങും. കാരണം നിങ്ങൾ ശരിയായ വൈബ്രേഷൻ അയക്കുമ്പോൾ സൃഷ്ടി മുഴുവൻ നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കാൻ തുടങ്ങും. ഇനി നമുക്ക് ഭയത്തെക്കുറിച്ച് സംസാരിക്കാം. കാരണം സത്യത്തിൽ ഭയമാണ് ഏറ്റവും വലിയ മാനിഫെസ്റ്റേഷൻ കില്ലർ. പലരും എന്നോട് പറയും, ഞാൻ ദിവസവും അഫർമേഷൻസ് പറയാറുണ്ട്, പോസിറ്റീവായി ചിന്തിക്കാറുണ്ട്, എന്നിട്ടും കാര്യങ്ങൾ എൻ്റെ വഴിക്ക് വരുന്നില്ലല്ലോ എന്ന്. അപ്പോൾ ഞാനൊരൊറ്റ ചോദ്യമേ ചോദിക്കാറുള്ളൂ: നിങ്ങൾ അഫർമേഷൻസ് പറയുമ്പോൾ ഉള്ളിൽ എന്ത് ഫീൽ ചെയ്യുന്നു? മിക്കവരും സൈലന്റ് ആകും. കാരണം സത്യം ഇതാണ്: പുറമേ അവർ ഞാൻ വിജയിയാണ് എന്ന് പറയുമ്പോഴും ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം വരും, ഞാൻ പരാജയപ്പെടുമോ എന്ന്. ഈ ഭയം, ഈ സംശയമാണ് പ്രപഞ്ചത്തിന് മിക്സഡ് സിഗ്നലുകൾ നൽകുന്നത്. പ്രപഞ്ചം കൺഫ്യൂഷനിലാകും. ഇവൻ എന്താണ് വേണ്ടത്, വിശ്വാസമോ അതോ ഭയമോ? നോക്കൂ, ഭയം, സംശയം, ദേഷ്യം, ഈ 3 എനർജികളും നിങ്ങളുടെ വൈബ്രേഷനെ നേരെ കട്ട് ചെയ്യും. റേഡിയോ സിഗ്നലിൽ നോയ്സ് വരുന്നത് പോലെ പ്രപഞ്ചവും നിങ്ങളുടെ ഫീലിംഗ്സിന്റെ സിഗ്നലുകളെ അതുപോലെ തന്നെയാണ് പിടിച്ചെടുക്കുന്നത്. ഇടയിൽ ഭയത്തിന്റെ സ്റ്റാറ്റിക് ഉണ്ടെങ്കിൽ വ്യക്തമായ ശബ്ദം കേൾക്കാൻ കഴിയില്ല. ഇനി ചിന്തിക്കൂ, റേഡിയോയിൽ പാട്ട് കേൾക്കുമ്പോൾ ഇടയ്ക്കിടെ ശബ്ദ തടസ്സം വന്നാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ലല്ലോ. നിങ്ങൾ ഭയത്തിലും സംശയത്തിലും ജീവിക്കുമ്പോൾ പ്രപഞ്ചത്തിന്റെ അവസ്ഥയും ഇതുതന്നെയാണ്. ഇനി മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് ഭയം ഇത്ര ശക്തമായിരിക്കുന്നത്. ഭയത്തിന്റെ വൈബ്രേഷൻ വളരെ ഹെവിയാണ്. നിങ്ങൾക്ക് ഉള്ളിൽ ഭയം വരുമ്പോൾ ശരീരം ചുരുങ്ങുന്നു, ശ്വാസം ചെറുതാകുന്നു, നിങ്ങളുടെ എനർജി ഫീൽഡ് ചുരുങ്ങിപ്പോകുന്നു. അതായത് നിങ്ങൾ ലിറ്ററലി കോൺട്രാക്റ്റ് ആകുന്നു. ഈ അവസ്ഥയിൽ നിങ്ങൾക്കൊന്നും അട്രാക്റ്റ് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ഓപ്പൺ ആയിരിക്കുമ്പോഴും റിസപ്റ്റീവ് ആയിരിക്കുമ്പോഴും മാത്രമേ പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുകയുള്ളൂ. ഭയം വിശ്വാസത്തിന്റെ നേരെ വിപരീതമാണ്. വിശ്വാസമുള്ളിടത്ത് ഭയത്തിന് നിൽക്കാൻ കഴിയില്ല. ഭയമുള്ളിടത്ത് പ്രപഞ്ചത്തിന്റെ ഒഴുക്ക് നിൽക്കുകയും ചെയ്യുന്നു. ഇനി ഒരു ചെറിയ ഉദാഹരണമെടുക്കൂ. എനിക്ക് ജോലി പോകാതിരിക്കട്ടെ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. ഈ വാചകത്തിൽ ഏത് വാക്കിലാണ് വൈബ്രേഷൻ ഉള്ളത് എന്ന് ശ്രദ്ധിക്കൂ. പോകാതിരിക്കട്ടെ. അതായത് നിങ്ങൾ എന്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്? പോകുന്നതിൽ പ്രപഞ്ചത്തിന് ഇല്ല, അരുത് എന്നീ വാക്കുകൾ കേൾക്കാനാകില്ല. അത് പോകുക എന്ന വൈബ്രേഷൻ മാത്രം പിടിച്ചെടുക്കുകയും അത് തന്നെ അട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഞാൻ കേക്ക് കഴിക്കില്ലാന്ന് പറഞ്ഞാൽ ദിവസം മുഴുവൻ മനസ്സിൽ കേക്ക് തന്നെ വരുന്നതുപോലെ നിങ്ങളുടെ ശ്രദ്ധ എവിടെ പോകുന്നോ അവിടെയാണ് എനർജി പോകുന്നത്. അതുകൊണ്ട് ഭയത്തിന്റെ എനർജി അയച്ചാൽ ഭയം തന്നെ തിരികെ വരും. ഒരു കാര്യം നടക്കാൻ വേണ്ടി നിങ്ങൾ എത്രത്തോളം കഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുക. എന്നാൽ ഉള്ളിൽ എപ്പോഴും ഇത് നഷ്ടപ്പെടുമോ എന്ന ഭയമുണ്ടായിരുന്നു. അവസാനം എന്തിനെയാണോ ഭയന്നത് അതുതന്നെ സംഭവിച്ചു. കാരണം ഭയം ഒരു മാഗ്നറ്റ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഏത് അനുഭവത്തിൽ നിന്നാണോ നിങ്ങൾ ഓടിയൊളിക്കാൻ ശ്രമിക്കുന്നത് അതിനെ തന്നെ അത് വലിച്ചടുപ്പിക്കും. അതുകൊണ്ടാണ് ഭയത്തെ നിഷേധിക്കരുത്, തിരിച്ചറിയണം എന്ന് പറയുന്നത്. കാരണം ഭയത്തെ അടിച്ചമർത്തിയാൽ അത് കൂടുതൽ വലുതായി തിരികെ വരും. ഭയത്തെ എങ്ങനെ ഇല്ലാതാക്കാം എന്ന ചോദ്യം വരുന്നു. ആദ്യ പടി അതിനെ ഒബ്സർവ് ചെയ്യുക എന്നതാണ്. രാത്രിയിൽ കിടക്കുമ്പോൾ നാളെ എന്തു സംഭവിക്കും, ഞാൻ ഒറ്റയ്ക്കായാലോ, പണം തീർന്നുപോയാലോ എന്നിങ്ങനെയുള്ള ഭയങ്ങൾ വരുമ്പോൾ അതിനോട് യുദ്ധം ചെയ്യരുത്. വെറുതെ അതിനെ നോക്കിക്കാണുക, അതിനെ തിരിച്ചറിയുക. നിങ്ങളോട് തന്നെ പറയുക, ഈ ഭയം എന്റേതല്ല, ഇതൊരു പഴയ പാറ്റേൺ മാത്രമാണ്, ഇതിപ്പോൾ അവസാനിക്കുകയാണ്. വിശ്വസിക്കൂ. ഇത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ശരീരം കുറച്ചുകൂടി ഭാരം കുറഞ്ഞതായി അനുഭവപ്പെടും. കാരണം നിങ്ങൾ ഭയത്തോട് പോരാടുകയല്ല, അതിനെ ഡിസോൾവ് ചെയ്യുകയാണ്. ഭയം വളരെ ചാലാക്കാണ്. അത് ജാഗ്രതയായും ചിന്തയായും ഒക്കെ വേഷം മാറി വരും. എന്നാൽ ഉള്ളിൽ നിന്ന് അത് നിങ്ങളെ തടഞ്ഞു നിർത്തുകയാണ്. നിങ്ങൾ പ്രാക്ടിക്കലാണെന്നാണ് ചിന്തിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ ഭീരുവാകുകയാണ്. ഇത് ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല, സത്യം പറയുന്നതാണ്. കാരണം ജീവിതത്തിലെ ഓരോ തീരുമാനങ്ങളും ഭയത്തിന്റെ അടിസ്ഥാനത്തിലാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ജീവിക്കുന്നത് ഡിഫൻസിലാണ്, മാനിഫെസ്റ്റേഷനിലല്ല. ഡിഫൻസിൽ ജീവിതം ഒരിക്കലും എക്സ്പാൻഡ് ആകില്ല. ഇവിടെ ചെറിയൊരു ടെക്നിക്കുണ്ട്. രാത്രിയിൽ ഭയം വന്നാൽ നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക.
ഓരോ തവണ ഭയത്തിന്റെ ചിന്തകൾ വരുമ്പോഴും പതിയെ പറയുക, ഞാൻ സുരക്ഷിതനാണ്, പ്രപഞ്ചം എനിക്ക് പിന്തുണയുണ്ട്. 3 തവണ ആവർത്തിക്കുക, ഞാൻ സുരക്ഷിതനാണ്, പ്രപഞ്ചം എനിക്ക് പിന്തുണയുണ്ട്. ശേഷം ദീർഘമായി ശ്വാസമെടുത്ത് പുറത്തേക്ക് വിടുക. നിങ്ങളുടെ എനർജി ഷിഫ്റ്റാകുന്നത് ഫീൽ ചെയ്യാം. നിങ്ങളുടെ ശരീരം എക്സ്പാൻഡ് ആകും. മനസ്സിൽ ഒരു വാംത അനുഭവപ്പെടും. ഈ നിമിഷത്തിലാണ് ഭയത്തിന് നിങ്ങളുടെ മേലുള്ള പിടി വിട്ടുപോകുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ശക്തി നിങ്ങൾ മറന്നുപോയതുകൊണ്ടായിരിക്കും ഭയം വരുന്നത്. പ്രപഞ്ചം പുറത്താണെന്നും നിങ്ങൾ ചെറിയവനാണെന്നും നിങ്ങൾ വിശ്വസിക്കുന്നു. എന്നാൽ സത്യം നേരെ മറിച്ചാണ്. പ്രപഞ്ചം നിങ്ങളുടെ ഉള്ളിലാണുള്ളത്. ഭയപ്പെടുന്നവൻ പുറത്തന്വേഷിക്കുന്നു, ഉണരുന്നവൻ ഉള്ളിൽ കണ്ടെത്തുന്നു. അതിനാൽ അടുത്ത തവണ ഭയം തോന്നുമ്പോൾ പുറത്തുള്ള ഒന്നിനെയും കുറ്റപ്പെടുത്തരുത്. നിങ്ങളുടെ ഏത് വിശ്വാസമാണ് ഇപ്പോൾ പൊട്ടിത്തീരാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഉള്ളിലേക്ക് നോക്കുക. ചിലപ്പോൾ ഭയം നിങ്ങളുടെ ശത്രുവായിരിക്കില്ല, അത് നിങ്ങളുടെ മിറർ ആയിരിക്കും. നിങ്ങൾക്കെവിടെയാണ് ഹീലിംഗ് ആവശ്യമുള്ളതെന്ന് അത് കാണിച്ചു തരുന്നു. ഇവിടെ വിശ്വാസം കുറവാണ് എന്ന് പറയുന്ന ഒരു ടീച്ചറാണത്. അതിനാൽ ഭയം വരുമ്പോൾ അതിനെ റിജക്റ്റ് ചെയ്യരുത്. അതിനോട് പറയുക, നന്ദി, എവിടെയാണ് കൂടുതൽ വിശ്വസിക്കേണ്ടത് എന്ന് കാണിച്ചു തന്നതിന്. ഓർക്കുക, ഭയം അവസാനിക്കുന്നിടത്താണ് മാനിഫെസ്റ്റേഷൻ തുടങ്ങുന്നത്. കാരണം ഭയം എന്നാൽ കോൺട്രാക്ഷനാണ്, സ്നേഹം എന്നാൽ എക്സ്പാൻഷനാണ്. മാനിഫെസ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് സ്നേഹത്തിന്റെ ഊർജ്ജത്തിലാണ്. അത് വിശ്വാസത്തിന്റെയും ഗ്രാറ്റിറ്റ്യൂഡിന്റെയും ഓപ്പൺനെസ്സിന്റെയും ഫ്രീക്വൻസിയാണ്. ഭയം ഉപേക്ഷിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിലെ എനർജി വീണ്ടും ഒഴുകാൻ തുടങ്ങും. അപ്പോഴാണ് അസാധ്യമെന്ന് തോന്നിയ കാര്യങ്ങൾ തനിയെ നിങ്ങളിലേക്ക് നടന്നെത്തുന്നത്. ഇനി ആരെങ്കിലും പറയും, ഭയം ഉപേക്ഷിച്ചാൽ അബദ്ധം പറ്റിയാലോ എന്ന്. അപ്പോൾ ഞാൻ പറയും, ഭയം ഉപേക്ഷിക്കുന്നതുകൊണ്ട് തെറ്റുകൾ സംഭവിക്കില്ല. തെറ്റുകൾ സംഭവിക്കുന്നത് ഭയത്തിൽ ജീവിക്കുന്നതിലൂടെയാണ്. കാരണം ഭയത്തിൽ നിങ്ങൾ ചെറിയവനായി മാറുന്നു. നിങ്ങൾ ചെറിയവനാകുമ്പോൾ പ്രപഞ്ചത്തിന് നിങ്ങൾക്ക് വേണ്ടി സ്ഥലം കണ്ടെത്തേണ്ടി വരുന്നു. എന്നാൽ ഓപ്പണായൊരു ഹൃദയത്തോടെ ഞാൻ തയ്യാറാണ്, പ്രപഞ്ചം എൻ്റെ കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ എനർജി മാറുന്നു. അതിനാൽ ഇന്ന് രാത്രി ഭയം വന്നാൽ ഓടിയൊളിക്കരുത്. കണ്ണുകളടച്ച് ശ്വാസമെടുത്ത് നിങ്ങളോട് തന്നെ പറയുക, ഈ ഭയം എൻ്റേതല്ല, ഇതൊരു പഴയ പാറ്റേൺ ആണ്, ഇതിപ്പോൾ അവസാനിക്കുകയാണ്. ആ നിമിഷത്തിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ഒരു പടിയല്ല, പല പടികൾ മുന്നോട്ടു പോകും. കാരണം ഭയം തകരുമ്പോൾ ആത്മാവ് സ്വതന്ത്രമാകും. ആത്മാവ് സ്വതന്ത്രമാകുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് വഴങ്ങിത്തരും. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം കേൾക്കാൻ മാത്രമുള്ളതല്ല, അത് ഫീൽ ചെയ്യാനുള്ളതാണ്. നിങ്ങൾ വെറുതെ പറയുമ്പോൾ മാനിഫെസ്റ്റേഷൻ സംഭവിക്കില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഓൾറെഡി നിങ്ങളുടെ സ്വന്തമാണെന്ന് ഫീൽ ചെയ്യുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. അതിനാൽ ഇന്ന് രാത്രി വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യുക. ഈ വീഡിയോ വെറുതെ കേട്ടു ഉറങ്ങാൻ പോകരുത്. അല്പനേരം നിൽക്കുക, നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക. കാരണം അടുത്ത കുറച്ച് മിനിറ്റുകൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ജനലുകൾ തുറന്നേക്കാം. ആദ്യം നിങ്ങളുടെ മുറിയിലെ ലൈറ്റുകൾ ഓഫ് ചെയ്യുക, ശബ്ദങ്ങളെല്ലാം കുറയ്ക്കുക, ഫോൺ സൈലന്റിൽ വയ്ക്കുക. എന്നിട്ട് നിങ്ങളുടെ ശ്വാസത്തിന്റെ ശബ്ദം മാത്രം കേൾക്കുക. പതിയെ ദീർഘമായി ശ്വാസമെടുത്ത് പതിയെ പുറത്തേക്ക് വിടുക. വീണ്ടും ശ്വാസമെടുത്ത് വിടുക. ഓരോ ശ്വാസത്തിലും നിങ്ങളുടെ ശരീരത്തിന്റെ ഭാരം കുറയുന്നത് ഫീൽ ചെയ്യുക. നിങ്ങളുടെ മനസ്സ് ശാന്തമാകുന്നു. എല്ലാ ചിന്തകളും ഭയങ്ങളും പതിയെ ഉരുകിത്തീരുന്നു. ഇനി കണ്ണുകൾ അടയ്ക്കുക. ആരെയും ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കേണ്ട, ഒന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഹൃദയമിടിപ്പ് മാത്രം ഫീൽ ചെയ്യുക. കാരണം ഈ നിമിഷത്തിൽ നിങ്ങളും പ്രപഞ്ചവും ഒരേ ഫ്രീക്വൻസിയിലാണ്. ഇനി പതിയെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഈ വാക്കുകൾ പറയുക. വലിയ ശബ്ദത്തിലല്ല, തീരെ പതിഞ്ഞ ശബ്ദത്തിലുമല്ല, നിങ്ങളുടെ ഉള്ളിലെ ശബ്ദത്തിൽ. ഞാൻ അറിയുന്നു, പ്രപഞ്ചം എൻ്റെ ഓരോ വികാരങ്ങളും കേൾക്കുന്നുണ്ടെന്ന്. അല്പനേരം നിൽക്കുക. ഈ വാചകം ഫീൽ ചെയ്യുക. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്, എന്താണോ ഫീൽ ചെയ്യുന്നത്, അത് പ്രപഞ്ചം പിടിച്ചെടുക്കുന്നുണ്ട്. അതിനാൽ ഇനി ഭയമല്ല, വിശ്വാസം അയക്കുക. ഇനി പറയുക, ഞാനിപ്പോൾ എൻ്റെ ഭയങ്ങളെല്ലാം ഉപേക്ഷിക്കുകയാണ്. ഈ നിമിഷത്തിൽ നിങ്ങളുടെ എല്ലാ ഭയങ്ങളെയും ഒരു കറുത്ത മേഘം പോലെ ഇമേജിൻ ചെയ്യുക. അത് പതിയെ ഉയർന്നുപോയി കാറ്റിൽ അലിഞ്ഞു ഇല്ലാതാകുന്നു. ഓരോ തവണ ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും ആ ഭയം പുറത്തേക്ക് പോവുകയാണ്. ശരീരത്തിന് ഭാരം കുറയുന്നതും നിങ്ങളുടെ എനർജി എക്സ്പാൻഡ് ആകുന്നതും ഫീൽ ചെയ്യുക. അടുത്ത അഫർമേഷൻ, ഞാൻ തയ്യാറാണ് എൻ്റെ സ്വപ്നങ്ങളെ സ്വീകരിക്കാൻ. ഈ വാക്കുകൾ പറയുമ്പോൾ നിങ്ങളുടെ സ്വപ്നത്തിന്റെ ചിത്രം മനസ്സിൽ കാണുക. നിങ്ങളുടെ ഹൃദയത്തോട് ചേർന്നു നിൽക്കുന്ന സ്വപ്നം. ഒരുപക്ഷെ ഒരു വിജയം, ഒരു പുതിയ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ശാന്തമായൊരു ജീവിതം. ആ സ്വപ്നം നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്ന് ഫീൽ ചെയ്യുക. നിങ്ങൾ ഓൾറെഡി അതിലൂടെയാണ് ജീവിക്കുന്നത്. ഓരോ വികാരവും ഓരോ വൈബ്രേഷനും ഇതെല്ലാം ഇപ്പോൾ തന്നെ സംഭവിക്കുന്നു. അടുത്ത അഫർമേഷൻ, എനിക്കുള്ളത് ഇപ്പോൾ തന്നെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വാചകം കേൾക്കാൻ ചെറുതാണെങ്കിലും ഇതിന്റെ ഊർജം വളരെ ആഴത്തിലുള്ളതാണ്. കാരണം ഇതുകൊണ്ട് നിങ്ങൾ ഒരു സാധനം ആവശ്യപ്പെടുകയല്ല, പകരം നിങ്ങളുടെ നിർബന്ധം ഉപേക്ഷിക്കാൻ പഠിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ വിശ്വാസത്തിലാണ്. എനിക്കുള്ളത് എന്ത് വില കൊടുത്താലും എന്നിൽ നിന്ന് നഷ്ടപ്പെടില്ല എന്ന് നിങ്ങൾക്കറിയാം. അത് വഴിയിലാണ്, വരാനുള്ള തയ്യാറെടുപ്പിലാണ്.
ചിലപ്പോൾ നമുക്ക് വഴി വ്യക്തമായി കാണാൻ കഴിയില്ല, കാരണം പ്രപഞ്ചം ഷോർട്ട്കട്ടിലല്ല, കൃത്യമായ ടൈമിങ്ങിലാണ് വിശ്വസിക്കുന്നത്. ഇനി പറയുക, ഞാൻ നന്ദിയുള്ളവനാണ്. ഇത്രയും പറഞ്ഞാൽ മതി, കാരണം മിറക്കിളുകൾ സംഭവിക്കുന്ന ഫ്രീക്വൻസിയാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഈ നിമിഷത്തിൽ നിങ്ങൾക്ക് നന്ദി പറയാൻ കഴിയുന്ന എത്ര കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെന്ന് ചിന്തിക്കുക. നിങ്ങളുടെ ശ്വാസം, നിങ്ങളുടെ ശരീരം, പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ പരിശ്രമങ്ങൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ. ഓരോ നന്ദിയും പ്രപഞ്ചത്തിന് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ തരാനുള്ള ഒരു പുതിയ കാരണം നൽകുന്നു. ഇനി പതിയെ പറയുക, ഞാൻ ശാന്തനാണ്, ഞാൻ പൂർണ്ണനാണ്. വളരെ ആഴത്തിലുള്ള ഒരു ശാന്തത നിങ്ങളിലേക്ക് വരുന്നത് ഫീൽ ചെയ്യുക. ഒരു ഫലത്തിലും ആശ്രയിക്കാത്ത ശാന്തത. അത് ഒരു വസ്തുവിൽ നിന്നുമല്ല, നിങ്ങളുടെ അസ്തിത്വത്തിൽ നിന്ന് തന്നെയാണ് വരുന്നത്. കാരണം നിങ്ങൾ ഉള്ളിൽ നിന്ന് പൂർണ്ണനാകുമ്പോൾ പുറത്തെ ലോകം തനിയെ നിങ്ങൾക്ക് ചുറ്റും അണിനിരക്കും. ഉള്ളിൽ നിന്ന് ശാന്തമായിരിക്കുന്നവരെയാണ് പ്രപഞ്ചം സഹായിക്കുന്നത്. ഇനി കുറച്ചുനേരം നിശബ്ദമായിരിക്കുക. ഒന്നും പറയരുത്, വെറുതെ ഫീൽ ചെയ്യുക. നിങ്ങളുടെ ഹൃദയം ഭാരം കുറഞ്ഞതായി ഫീൽ ചെയ്യുക. മനസ്സിൽ ഭയമില്ല, തിടുക്കമില്ല, എല്ലാം ശരിയായ ദിശയിലാണ് പോകുന്നതെന്ന വിശ്വാസം മാത്രം. കാരണം ഇപ്പോൾ പ്രപഞ്ചം വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. ഒരുപക്ഷെ എപ്പോൾ, എങ്ങനെ എന്ന് നിങ്ങൾ അറിയുക പോലുമില്ല. ഇനി നിങ്ങളുടെ സബ് കോൺഷ്യസിനോട് ഒരു ജെന്റിൽ ഇൻസ്ട്രക്ഷൻ നൽകുക. ഇപ്പോൾ ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. എൻ്റെ ആഗ്രഹങ്ങൾ ഇപ്പോൾ പ്രപഞ്ചത്തിൻ്റെ മടിയിലാണ്. എനിക്ക് ശരിയായ കാര്യങ്ങൾ കൃത്യസമയത്ത് ശരിയായ രീതിയിൽ എന്നിലേക്ക് വന്നുകൊള്ളും. ഇത്രയും ചിന്തിച്ചിട്ട് സറണ്ടർ ചെയ്യുക. കാരണം നിങ്ങൾ എപ്പോഴാണോ വിട്ടുകൊടുക്കുന്നത്, അപ്പോഴാണ് പ്രപഞ്ചം അത് പിടിച്ചെടുക്കുന്നത്. കേൾക്കൂ, ചിലപ്പോൾ ആഗ്രഹങ്ങൾ ഉച്ചത്തിൽ സംസാരിക്കില്ല. അത് രാത്രിയിലെ നിശബ്ദതയിലാണ് പൂർത്തിയാകുന്നത്. അതിനാൽ ഇന്നത്തെ രാത്രിയിൽ എപ്പോൾ കിട്ടും എന്നോർത്ത് സ്വപ്നം കാണരുത്. പകരം അത് ഓൾറെഡി നിങ്ങളുടെ സ്വന്തമായതുപോലെ ഫീൽ ചെയ്യുക. ഇതെല്ലാം ചെയ്തതിനു ശേഷം ഇന്ന് നിങ്ങൾക്ക് ഉറക്കം വന്നാൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് ഇപ്പോൾ പ്രപഞ്ചവുമായി ചേർന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. കാരണം നിങ്ങൾ അയച്ച എനർജി ഇപ്പോൾ മടക്കയാത്രയിലാണ്. അത് ചിലപ്പോൾ ഒരു വ്യക്തിയിലൂടെ വരാം, ചിലപ്പോൾ ഒരു അവസരമായി വരാം, ചിലപ്പോൾ ഒരു ചെറിയ സൂചനയായി വരാം. പക്ഷേ അത് വരും എന്നത് ഉറപ്പാണ്. അത് വരുമ്പോൾ അത്ഭുതപ്പെടേണ്ടതില്ല, കാരണം നിങ്ങളാണല്ലോ അതിനെ വിളിച്ചത്. രാത്രിയിലെ നിശബ്ദതയിൽ നിങ്ങൾ ആവശ്യപ്പെട്ടതാണ്. ഇതെന്ന് ഓർക്കുക. അവിടെയാണ് പ്രപഞ്ചം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഇനി കണ്ണുകളടച്ച് ഈ വാക്കുകൾ ഹൃദയത്തിൽ സൂക്ഷിക്കുക. ഞാൻ തയ്യാറാണ്. ഞാൻ നന്ദിയുള്ളവനാണ്. ഞാൻ ശാന്തനാണ്. എനിക്കുള്ളത് എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഉറങ്ങിക്കൊള്ളുക, കാരണം ഇനിയുള്ള ജോലികൾ നിങ്ങളുടേതല്ല, പ്രപഞ്ചത്തിൻ്റേതാണ്. നിങ്ങൾ ഇവിടെ വരെ കേട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായും പ്രപഞ്ചം നിങ്ങളുടെ സന്ദേശം കേട്ടിരിക്കുന്നു. ഇന്ന് രാത്രി ഈ അഫർമേഷൻസ് ആവർത്തിച്ച് നിങ്ങളോട് തന്നെ ഉറപ്പ് നൽകിയതിനു ശേഷം മാത്രം ഈ വീഡിയോ മാറ്റുക. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലെവിടെയെങ്കിലും സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെറുതെ ഷെയർ ചെയ്യരുത്. തോൽവി സമ്മതിച്ച ഏതെങ്കിലും ഒരാൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഒരുപക്ഷെ ഈ രാത്രി അവരുടെ പുതിയ പ്രഭാതമായി മാറിയേക്കാം. രാത്രിയിൽ ഇത്രമാത്രം കേൾക്കൂ, പ്രപഞ്ചം കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്തരം വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.